ഇത്തവണത്തെ സ്കൂൾ കലോത്സവ വേദികളിലെ പ്രധാന ആകർഷണം ഗോത്രകലകൾ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഗോത്രകലകൾ സംസ്ഥാന തലത്തിലും സ്കൂൾ കലോത്സവങ്ങളിലെ വേദികളിൽ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ ജില്ലാതലത്തിൽ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. ഗോത്രകലകളിൽ മലപ്പുലിയാട്ടം എന്ന വിഭാഗത്തിലാണ് ഇവർ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഗോത്രകലകൾ ഇങ്ങനെ കലോത്സവ വേദിയിൽ വരുന്നത്? അപ്പോൾ അതിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ സമയം എടുത്തു കാണും. അപ്പോൾ എന്നിട്ടും ഫസ്റ്റ് അടിക്കാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? ഞങ്ങളും ആദ്യമായിട്ട് ഗോത്രകല വന്നപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ യൂട്യൂബ് തരികയായിരുന്നു. ഓരോ ഗോത്രം എങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്താണ്, കലകളുടെ പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് നോക്കി അത് കുട്ടികളുമായി ഡിസ്കസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടവരെണ്ണം ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തന്നെ വേറെ ട്രെയിനേഴ്സ് ഇല്ലാതെ പഠിച്ചവരായിട്ട് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഈ കലോത്സവ വേദിയിൽ. അതെ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. 10 ഐറ്റം ഉണ്ട്, അല്ല 10 കോമ്പറ്റീഷന് 10 പേരുണ്ടായിരുന്നു, 10 ടീം ഉണ്ടായിരുന്നു. അതിൽ വിജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ഇടുക്കി ജില്ലയിലെ മലപ്പുലയ എന്ന് പറയുന്ന ഗോത്ര സമൂഹത്തിന്റെ ഒരു നൃത്ത ആവിഷ്കാരമാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവുമല്ലോ. ഒരുപാട് റിസ്ക് എടുത്ത് പഠിച്ചതാണ്. അപ്പൊ അതിന് ഈ സംസ്ഥാനത്തിലേക്ക് പോവാന്ന് പറയുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും. നല്ല സന്തോഷമുണ്ട്. എന്തായാലും പേരൊക്കെ എന്താണ്? ശ്രീനന്ദ, ആരണ്യ, ആരിജ, പവിത്ര, അനന്യ, നിത ഫാത്തിമ, അഞ്ജന, നിയലക്ഷ്മി, മയൂഖ, ദിയ, ശ്രേയ, അനന്യ. കാവ്യ. അപ്പൊ എന്തായാലും കലാപരമായിട്ട് വിദ്യാഭ്യാസം ഒരുപാട് ഉന്നതിയിലിരിക്കുന്ന സ്കൂളാണ് PTM സ്കൂൾ. അപ്പൊ എന്തായാലും വിദ്യാർത്ഥികൾക്ക് എല്ലാ ആശംസകളും നേരെയാണ്. നമ്മുടെ ജില്ലയെ പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിദ്യയുടെ മാണിക്യ വിത്ത് വിതയ്ക്കുന്ന AUP സ്കൂൾ ശ്രീകൃഷ്ണപുരം.